സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറം എന്ന യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ സക്കീർ സമണഞ്ചേരി. അപ്പോൾ നമ്മുടെ കപ്പൽ ജീവിതത്തിന് മറ്റൊരു ദിവസം ആരംഭിക്കുകയാണ്. ആരെങ്കിലും മലയാളികളെ കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ എനിക്ക് ബാൽക്കണിയിൽ ഒരു മലയാളിയെ കണ്ടു. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ കണ്ടു കുറേ നേരമായിട്ട് കാണുന്നുണ്ട്. പേര് എന്ന് പറഞ്ഞു? പ്രവീൺ. എന്ത് ചെയ്യുന്നു? ഞാൻ എറണാകുളത്ത് ഒരു ട്രാവൽസ് നടത്തുകയാണ്. പേര്? ഗ്ലോബൽ പാരഡൈസ്. ഓക്കെ. എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു ഇതിനകത്തുള്ള ഈ ഒരു വെസലിലുള്ള എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് സൂപ്പർ എക്സ്പീരിയൻസ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. നന്നായിട്ടുണ്ട്. ഞാൻ ഇത്ര ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിരുന്നില്ല. ഞാൻ കോഡിലിയെ ഓൾറെഡി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ബട്ട് അതിൻ്റെ ഒരു ഇച്ചിരിയും കൂടെ ക്ലാസ് ആയിട്ടുണ്ട്. ഈവൻ ഏത് സെക്ടറിൽ നമ്മൾ പോയാലും എൻ്റർടൈൻമെൻ്റ് ആവട്ടെ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫുഡ് എവറിത്തിങ് അവരുടെ ആ സ്റ്റാഫിൻ്റെ ബിഹേവിങ് എവറിത്തിങ് സൂപ്പറായിട്ടുണ്ട്. നല്ല നല്ല ബെസ്റ്റ് ക്രൂസ്. ശരിക്കും നമുക്ക് കേരളത്തിലെ ഫാമിലീസിന് നിങ്ങൾ പ്രിഫർ ചെയ്യുമോ ഈ സംഗതി? തീർച്ചയായും പ്രിഫർ ചെയ്യും. വെച്ചാൽ നമ്മളിപ്പോൾ ഈ സെയിലിംഗിൽ തന്നെ കണ്ടമാനം ഫാമിലീസ് നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. നമ്മൾ പലരുടെയും അഭിപ്രായത്തിൽ എല്ലാവരും ഹാപ്പിയാണ്. റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു അഫോർഡബിൾ പ്രൈസ് ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റിന് ഒന്ന് യാത്ര മീൻസ് മിഡിൽ ക്ലാസ്സിന് പറ്റുന്ന ഒരു അല്ലേ? തീർച്ചയായും ചെയ്യാം. എന്നുവെച്ചാൽ ഇവരെ പല സെയിലിംഗ് ഉണ്ടല്ലോ. മുംബൈ ഗോവ മുംബൈ ഉണ്ട്, അല്ലെങ്കിൽ കൊച്ചി ലക്ഷദ്വീപ് മുംബൈ ഉണ്ട്, അല്ലെങ്കിൽ മുംബൈ കൊച്ചി ഉണ്ട്. ഏത് സെക്ടർ ആണെങ്കിലും എനിക്ക് അത്ര ഏതാണ് ഫാമിലിക്ക് വേണ്ടിയാണോ അതോ ബാച്ചിലേഴ്സ്? കൊച്ചി ലക്ഷദ്വീപ് മുംബൈ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഈവൻ ബാച്ചിലേഴ്സോ ഫാമിലിയോ ആരാണെങ്കിലും ഓക്കെ. താങ്ക് യു. See you. Bye. ഇനി കപ്പലിൻ്റെ ഉൾവശങ്ങളും അതുപോലെ തന്നെ മറ്റ് റൂമുകളും ഒക്കെ ഞങ്ങൾ ഏജൻറ്റുമാരെല്ലാം കാണിച്ചു തരാം എന്ന് കപ്പലിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കാത്ത് ബാൽക്കണിയിൽ ഞാനങ്ങനെ നിൽക്കുമായിരുന്നു. കാരണം ഈ കാണുന്ന ബോട്ടുകളാണ് നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകാനായിട്ട് ഉപയോഗിച്ചത്. എന്തായാലും തിരിച്ച് ബാൽക്കണിയിലേക്ക് തന്നെ ഞാൻ വന്നു. അപ്പോൾ ഏജൻറ്റുമാരെല്ലാം അവിടേക്കായിട്ട് എത്തിക്കഴിഞ്ഞു. ബാബുച്ചേട്ടനും അൻസാരിയും ഒക്കെ റെഡിയായി നിൽപ്പുണ്ട്. അപ്പോൾ കപ്പലിൻ്റെ ഉൾഭാഗത്ത് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അറിയാനായിട്ട് ഞങ്ങളെല്ലാവരും കപ്പലിൻ്റെ ഉൾഭാഗത്തേക്ക് യാത്ര തുടങ്ങി. ആദ്യത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ക്യാപ്റ്റനെ പരിചയപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് ആരും സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഷെയ്ക്കാനോ കൊടുക്കാനോ ഒന്നും ആരും ശ്രമിക്കരുത്. കാരണം അദ്ദേഹത്തിന് അതിഷ്ടമല്ല. അപ്പോൾ വളരെ കെയറായിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള ഞങ്ങൾ ലീഡ് ചെയ്യുന്ന സ്ത്രീ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം എല്ലാവരും ക്യാപ്റ്റനെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഞങ്ങൾ ആ കപ്പലിൻ്റെ ഉള്ളിലൂടെ നേരെ മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ഒരു ഹാളിലായിട്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി അതാണ് ക്യാപ്റ്റൻ എന്നുള്ളത്. വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ഫോൺ ചെയ്ത് നിൽക്കുന്ന ആളാണ് ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ അദ്ദേഹത്തെ ആ സ്ത്രീ ആലിംഗനം ചെയ്യുകയും ഒരുപാട് വിശേഷങ്ങൾ തിരക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ അതിനാണ് ക്യാപ്റ്റൻ അനുവദിച്ചത്. അപ്പോൾ വന്നവരെല്ലാം വിശേഷങ്ങൾ തിരക്കി നേരെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന തിരക്കിലായി. ഏജൻറ്റുമാരെല്ലാം അവരവരുടെ നിർദ്ദേശാനുസരണം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പയ്യെ അവിടെയുള്ള ഗ്യാലറിയിലേക്ക് കയറി നിൽപ്പ് തുടങ്ങി. ഞാനും കൂട്ടത്തിൽ കയറി നിന്നു. ഒറ്റയ്ക്ക് ഫോട്ടോ എടുത്താൽ ഉടനെ തീരത്തിലെന്നുള്ള ഇതുള്ളത് കൊണ്ടാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ ക്യാപ്റ്റൻ അനുവദിച്ചത്. എന്തായാലും ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് ക്യാപ്റ്റൻ ഒരു മൊമെൻറ്റോയും കൈമാറി ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ യാത്ര തുടങ്ങി. കാരണം ഇനി കപ്പലിൻ്റെ ഉൾവശങ്ങൾ ഒരുപാട് കാണാനായിട്ടുണ്ട്. അപ്പം ആദ്യം കയറുന്ന റൂമെന്ന് പറയുന്നത് കപ്പലിൻ്റെ ഞങ്ങൾ കിടന്ന അതിൻ്റെ തൊട്ടുമേലുള്ള കാറ്റഗറിയാണ്. അതായത് ജനലിലൂടെ നമുക്ക് ഇച്ചിരി വിശാലമായ ഒരു ജനലിലൂടെ നമുക്ക് പുറം കാഴ്ചകൾ കാണാം. കൂടുതലായിട്ടുള്ള ഒരു സോഫ സെറ്റ് മാത്രമാണ്. ബാക്കിയെല്ലാം ഞങ്ങൾ കിടന്ന അതേ റൂം പോലെ തന്നെയാണ്. സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താ പറയുക, കപ്പലിനകത്തു നിന്നുള്ള കാഴ്ചകൾ ഈ കടൽ തന്നെയാണ്. വേറെ അധികം കാഴ്ചകളൊന്നും നമുക്ക് കപ്പലിൽ വെച്ച് പോകുമ്പോൾ നമുക്ക് കിട്ടില്ല. എന്തായാലും ആ റൂം എല്ലാവരും കണ്ടു. അതിൻ്റെ അമ്യൂണിറ്റീസ് എല്ലാം പരിശോധിച്ച് നോക്കിക്കൊള്ളാം. എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ്. റൂം കൊള്ളാമെന്നുള്ള അഭിപ്രായത്തോടുകൂടി ഞങ്ങൾ അടുത്ത റൂം ലക്ഷ്യമാക്കി ഞങ്ങൾ തിരിഞ്ഞു. രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് ഈ കാണുന്ന ബേസ് കാറ്റഗറിയാണ്. ഇതിനകത്ത് മറ്റു കാഴ്ചകളൊന്നുമില്ല, ഒന്നും കാണാനും സാധിക്കില്ല. ഇത് മൂന്നാമത്തെ കാറ്റഗറിയാണ്. ഇതിൻ്റെ പ്രത്യേകത ഇതിനൊരു ബാൽക്കണി ഉണ്ടെന്നുള്ളതാണ്. ഈ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലിൽ കാറ്റ് കൊള്ളാനും അതുപോലെ തന്നെ നമുക്ക് വിശാലമായ കടലിനെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാനൊക്കെ പറ്റും. ഇത് മറ്റൊരു കാറ്റഗറിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ സ്യൂട്ടിലേക്കാണ്. സ്യൂട്ടും ഏതാണ്ട് ആഡംബരം നിറഞ്ഞ ഒരു സംവിധാനമാണ് ഈ സ്യൂട്ടിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ല ജനാലകളും അതുപോലെ തന്നെ ബാൽക്കണിയും ഒപ്പം ഇതിനകത്ത് ഒരു എന്താ നമ്മൾ സാധാരണ ടോയ്ലറ്റിൽ നിന്നും വിശാലമായ ടോയ്ലറ്റാണ് ഇതിനകത്തുള്ളത്. ഒപ്പം ടി വിയും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് വളരെ സ്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ ക്വാളിറ്റിയും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത റൂമിലേക്കുള്ള യാത്രയിലാണ്. കാരണം ഒരുപാട് ഏജൻസ് ഉണ്ട്. അവരെല്ലാം കപ്പലിനെ മൊത്തം നടന്ന് കണ്ടെങ്കിൽ മാത്രമേ ഈ കപ്പലിന് അവർക്കും ഗുണമുള്ളൂ. കാരണം ഞങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വേണമല്ലോ അവിടത്തേക്ക് ആൾക്കാർ വരാനായിട്ട്. അപ്പം ഞങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ശുഷ്കാന്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ റൂമുകളും കൊണ്ടുപോയി കാണിക്കുകയും വിശദീകരിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ കാണുന്നതാണ് സ്യൂട്ടിലെ
പാനിയോ എന്ന് പറയുന്നത് ബാറ്റബും അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യങ്ങളും. സ്യൂട്ട് അടിപൊളിയാണ്. സ്വീറ്റ് അത് ഒരു പ്രത്യേക എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എത്ര നേരം കണ്ടാലും നമുക്ക് മതിവരാത്ത കാഴ്ചകളാണ് ഈ സ്വീറ്റിനകത്തുള്ളത്. അപ്പം ഞങ്ങൾ ഒരുപാട് നേരം കറങ്ങി. അതിനകത്ത് ടീ കോഫി അമ്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, TV എന്ന് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു ആഡംബര മുറി. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ എത്ര പകർത്തിനും മതിയാകാതെ ഓരോ ആളുകളും വീണ്ടും വീണ്ടും ബാൽക്കണിയിൽ നിന്ന് പടമെടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഞാൻ ജിമ്മിലേക്ക് പോവുകയാണ്. ജിമ്മിൽ ഇതുപോലെ തന്നെ കടലിന് അഭിമുഖമായിട്ട് തന്നെ നല്ല രസകരമായ ഒരു ജിംനേഷ്യമാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ സ്പാ ഉണ്ട്. സ്പായുടെ കൂടെ തന്നെ മറ്റ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ചൈനീസ് മുഖമുള്ള ഒരാളിരുന്നിട്ട് നമ്മുടെ കാൽപാദങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാകാറുണ്ട്. കുറേ നേരം നോക്കി നിന്നിട്ട് ഞാൻ തിരിച്ച് നേരെ നമ്മുടെ ഹാളിലേക്ക് വന്നു. ഹാളിൽ പലതരത്തിലുള്ള മത്സരങ്ങൾ നടക്കുന്നു, പല പ്രൊഡക്റ്റുകളുടെ വിപണനങ്ങൾ നടക്കുന്നു, പല ആളുകൾ പല രീതിയിൽ പല പ്രൊഡക്റ്റുകളോടെ പരിചയപ്പെടുത്തുന്നു, ആവശ്യക്കാർ വാങ്ങുന്നു, കുറേ ആളുകൾ നോക്കി നിൽക്കുന്നു. അത് കണ്ട് ബോറടിച്ചിട്ട് പയ്യെ കുറേ ആളുകൾ കുളിക്കുന്ന തിരക്കിലാണ്. കാരണം അവരുടെ കുട്ടികളുമായിട്ടൊക്കെ വന്നവർ ഒരു സ്വിമ്മിംഗ് പൂൾ എടുത്ത് അവർ അവിടെ കുളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ പയ്യെ കപ്പലിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് പോയി. കപ്പലിൻ്റെ ബാക്ക് ഭാഗത്ത് പ്രത്യേക ഒരു വൈബാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരു നീന്തൽക്കുളവും അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ഭാഗങ്ങൾ കാണാം. പക്ഷേ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് ഈ സമയത്ത് ആരും അവിടെ എത്തിയിട്ടില്ല. ഞാൻ പയ്യെ കപ്പലിൻ്റെ പിൻഭാഗത്തു നിന്നും മുൻഭാഗത്തേക്ക് എത്ര ദൂരമുണ്ട് എന്ന് നോക്കാനായിട്ട് പയ്യെ അതിനൊരു ശ്രമം നടത്തി. നല്ല ദൂരമാണ്. തിരിച്ച് നേരെ താഴത്തേക്ക് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അൻസാരിയും ബാവുച്ചനൊക്കെ റെഡിയായിട്ടിരിക്കുന്നു. അവർക്കൊപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ വീണ്ടും ഷെംസുവിൻ്റെ മുറി ഒന്ന് കാണാനായിട്ട് പോയി. ഷെംസു എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂം കൊണ്ടുപോയി വിശദമായി കാണിച്ചു തന്നു. ഞങ്ങളുടെ റൂമിൽ നിന്നും വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ബാൽക്കണിയുള്ള റൂമാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റൂമിൽ നിന്ന് കഴിഞ്ഞാൽ തൊട്ടു മുകളിലായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഇരിക്കുന്ന റൂം ചൂണ്ടിക്കാണിച്ചു തന്നു. ഇതാണ് ക്യാപ്റ്റൻ ഇരിക്കുന്ന റൂം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തന്നു. അപ്പോൾ ആ ക്യാപ്റ്റൻ്റെ റൂമും എല്ലാം കണ്ട് പയ്യെ ഞങ്ങൾ വീണ്ടും കപ്പലിനകത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. കാരണം ഒരുപാട് ഹോളുകൾ ഇതിനകത്തുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഈ കപ്പലിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കുള്ള ഓട്ടമാണ്. ഇതിൻ്റെ അകത്തുള്ള എത്ര ദൂരമുണ്ടെന്ന് നോക്കി ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങേ തലത്തിൽ നിന്ന് ഇങ്ങേ തലത്തിൽ എത്തിയപ്പോഴത്തേക്കിന് ശരിക്കും തളർന്നുപോയി. കാരണം 1500ഓളം റൂമുകളുള്ള ഈ കപ്പലിൻ്റെ നീളം നിങ്ങൾക്കൊന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ കാണുന്ന നീളം അത്രയും ഓടിത്തീർത്തിട്ടും ഒറ്റയടിക്ക് തീരാത്ത ഇത്രയും വലിപ്പമുള്ളൊരു കപ്പലിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് അറിഞ്ഞപ്പം ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അങ്ങനെ വീണ്ടും തിരിച്ച് റെസ്റ്റോറൻറ്റുകളിലേക്ക് വന്നു. പല തരത്തിലുള്ള റെസ്റ്റോറൻറ്റാണ് ഇവിടെ ഉള്ളത്. അത് ഏതൊക്കെ തരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ജപ്പാനീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ജപ്പാനീസ്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ, അങ്ങനെ തായ്ലൻഡ് ആണെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള ഡിഷസുകളുള്ള പല റെസ്റ്റോറൻറ്റുകൾ ഇവിടെ എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ചയായിട്ട് മാറി. പല രീതിയിലുള്ള റെസ്റ്റോറൻറ്റുകളാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത്. റെസ്റ്റോറൻറ്റ് മുമ്പിലൊക്കെ വളരെ അലങ്കാരപ്പണികൾ ചെയ്തു വെച്ചിട്ട് വളരെ മനോഹരമാണ്. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു ചാപ്പലുണ്ടെന്നുള്ളത്. അപ്പോൾ ചാപ്പലിലേക്കുള്ള യാത്രയിൽ ചാപ്പലിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു റീഡിംഗ് റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് റോമൻ കാത്തലിക്സിൻ്റെ ഒരു കൺസെപ്റ്റ് പ്രകാരമുള്ള ഒരു ചാപ്പൽ, ഒരു ചെറിയ ചാപ്പലാണ്. ഇതിനകത്താണ് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വിശ്വാസികൾ നടത്തുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും പ്രാർത്ഥനയ്ക്കായിട്ടുള്ളത് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളും കണ്ട് തിരിച്ചു വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലെല്ലാം നമ്മുടെ ഇറാനിയൻ കാർപ്പറ്റുകൾ വെച്ച് നല്ല അലങ്കരിച്ച ചോറുകളാണ്. ഒപ്പം തന്നെ മറാഠികളുടെ ഒരു പ്രത്യേക അവരുടെ ഒരു ആരാധനയിലൂടെയുള്ള ഒരു ആഘോഷം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റി. ഒരു സ്ത്രീ മുന്നിൽ എന്തൊക്കെയോ പറയുന്നു. ആ കാഴ്ചകളും കണ്ട് വീണ്ടും അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ പോയി. ഈ റെസ്റ്റോറൻറ്റും ഇതുപോലെ തന്നെ വളരെ മനോഹരമാണ്. എല്ലാം വളരെ രസകരമായിട്ടാണ് ഇവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത തരത്തിൽ അത്ര രസകരമായിട്ടാണ് ഇതെല്ലാം അവർ അലങ്കരിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാം എന്താ പറയുക, വളരെ പ്രൗഢിയോടുകൂടിയ സമ്പന്നത നിറഞ്ഞ റെസ്റ്റോറൻറ്റുകളും ഹാളുകളും ഒക്കെയാണ് ഇതിനകത്തുള്ളത്. ഇത് കണ്ടുമടുത്ത് ഞാൻ കപ്പലിൻ്റെ മുകൾ തട്ടിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് സായം സന്ധ്യയോടെ എടുക്കുന്നു. അപ്പോൾ അവിടത്തേക്ക് നീന്തൽക്കുളത്തിൽ കുട്ടികൾ നിറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ സഞ്ചാരികൾ അവരവരുടെ ഫോട്ടോകൾ കുടുംബങ്ങൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. മുകളിലെ കാഴ്ചകളെല്ലാം കണ്ടു തീർത്ത് ഞാൻ വീണ്ടും താഴേക്കിറങ്ങി. താഴേക്ക് ചെല്ലുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടൊരു ഹാള് നിറച്ച ആളുകൾ നിന്ന് അവരുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കുകയാണ്. പലതരത്തിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ അവരുടെ കലാപ്രവർത്തനം നടത്തുകയും അവരെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ്. ഇത്രയും നേരം കലാപ്രകടനം നടത്തിയ എല്ലാവർക്കും അഭിനന്ദനം കൊടുക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യുന്നൊരു കാഴ്ചയാണ് ഈ കുറേ നേരം കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുമ്പോൾ അവിടെ നമ്മുടെ ഒരു സാധാരണ സ്കൂട്ടർ, ആ സ്കൂട്ടറും കണ്ടൊരു ഫോട്ടോയും എടുത്ത് വീണ്ടും അടുത്ത റെസ്റ്റോറൻറ്റിലേക്ക്. ഈ റെസ്റ്റോറൻറ്റും ഇതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. ഇങ്ങനെ കാഴ്ചകളിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ മറ്റൊരു കപ്പൽ കണ്ടു. അപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സമയമായിരിക്കുന്നു. കാരണം ബോംബെ തീരത്തോട്ട് കപ്പൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിന് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം ഇത്രയും ദിവസത്തെ യാത്ര ഞങ്ങൾ വല്ലാതെ ഈ കപ്പലുമായിട്ടൊരു എന്താ പറയുക, ഒരു അടുപ്പം
ഞങ്ങളിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ കപ്പലുകളും മീൻപിടുത്ത ബോട്ടുകളും ഒക്കെ കണ്ട് ഞങ്ങൾ കരയിലേക്ക് അടുക്കുന്നത് മനസ്സിലായപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു, എത്രയും പെട്ടെന്ന് ലഗേജുകളുമായിട്ട് നിങ്ങൾ റിസപ്ഷനിലേക്ക് വരിക. അപ്പോൾ അൻസാരിയും ബാബുച്ചേട്ടനും എല്ലാവരും അവരവരുടെ ലഗേജുകളും എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകാനുള്ള സമയത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, കാരണം ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കപ്പലിലില്ല, അപ്പോൾ അതും കഴിച്ച് പോകാം എന്നുള്ള രീതിയിൽ പയ്യെ കപ്പലിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ബോംബെ പോർട്ട് കാണാം. ഈ കാണുന്നതാണ് ബോംബെ പോർട്ട്. ഇവിടെയാണ് എല്ലാ കപ്പലുകളും അടുക്കുന്നതും ഇവിടെയാണ് ചരക്ക് ഗതാഗതം നടക്കുന്നതെല്ലാം. ബോംബെ പോർട്ട് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. എന്തായാലും ആ പ്രത്യേകതകളൊക്കെ കാണാനായിട്ട് ഞാൻ പയ്യെ കപ്പലിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ താഴെ നിന്നുള്ള അറിയിപ്പ് വന്നു, ഞങ്ങളുടെ സമയമായി. അപ്പോൾ താഴേക്ക് എല്ലാം പറഞ്ഞു. ഞങ്ങൾ പയ്യെ ബാഗുമായി താഴേക്ക് ചെന്നു. നല്ല തിരക്കാണ്. തിരക്കിനിടക്ക് ഞങ്ങൾ മാറി നിന്നു. ഞങ്ങളുടെ ഊഴം എത്തിയപ്പോഴത്തേക്കിന് ഞങ്ങൾ പയ്യെ ലിഫ്റ്റിൽ കയറി താഴേക്ക് പോയി. അവിടെ ഞങ്ങളെ കാത്ത് ഞങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങളെ യാത്രയാക്കാനുള്ള രീതിയിൽ അവിടെ ഒരുപാട് പേര് നിൽപ്പുണ്ടായിരുന്നു, കപ്പൽ ജോലിക്കാരിട്ടൊക്കെ. അവരുടെ ക്യൂവിൽ നിന്ന് ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങാനുള്ള തിരക്കിൽ അവിടെ ഒരു ചെറിയൊരു ചെക്കിംഗ് പോയിൻ്റുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് പുറത്തേക്കായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ കാണുന്ന വാതിലിലൂടെ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ബോംബെ പോർട്ടിൻ്റെ മുഖ്യ കവാടമായിരിക്കും. അതിനപ്പുറത്തേക്ക് കാഴ്ചകൾ, കപ്പലിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ കപ്പലിലുള്ള എൻ്റെ യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്രയായിരുന്നു. ബോംബെ പോർട്ടിലേക്ക് ഞങ്ങൾ സാവകാശം ഇറങ്ങി തിരിച്ച് കപ്പലിനെ ഒന്ന് നോക്കി. ഇത്രയും ദിവസം ഞങ്ങളെ വഹിച്ചുകൊണ്ടുള്ള കപ്പലാണ്. ആശംസയും യാത്രകളും ഒക്കെ പറഞ്ഞ് വളരെ മനസ്സു വിഷമത്തോടുകൂടി അവിടെ നിന്നും ഞങ്ങൾ ബോംബെ പോർട്ടിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ സഹോദരങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആർജവം. ഇനിയും കാഴ്ചകളുണ്ട്, പലതരത്തിലുള്ള സ്ഥലങ്ങൾ കാണാനുണ്ട്, പല റിസോർട്ടുകൾ കാണാം. അപ്പോൾ ബൈ ബൈ, സാക്കിർ ഹുസൈൻ.